ലഹരി മാഫിയകളുടെ വേരറുക്കുവാൻ സർക്കാർ ആരംഭിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഈ മാസം 3-ന് ആരംഭിച്ച പ്രത്യേക പരിശോധനയിൽ ഇതുവരെ ജില്ലയിൽ 80 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും 96 പേർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ലഹരി മാഫിയകൾക്കെതിരെ കടുത്ത നടപടികൾ ഉറപ്പാക്കുന്നതിനൊപ്പം പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നാർക്കോട്ടിക് വിഭാഗവും പോലീസിന്റെ പ്രത്യേക സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 95.6 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ഇതിനു പുറമെ 1.08 കിലോ കഞ്ചാവ്, 1.82 ഗ്രാം ഹാഷിഷ് ഓയിൽ, 55 കഞ്ചാവ് ബീഡികൾ എന്നിവയും ഒട്ടേറെ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി വിതരണം ചെയ്യുവാൻ സൂക്ഷിച്ചിരുന്ന 500-ലധികം ഹാൻഡ്സ് പാക്കറ്റുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയവയിൽ പെടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ജില്ലയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ, അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ, ആളൊഴിഞ്ഞ പറമ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപത്തെ കടകൾ, തീരദേശ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. മുൻപ് കഞ്ചാവ്, മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. മയക്കുമരുന്നിന്റെ പ്രധാന ഉറവിടം കണ്ടെത്തുവാനും വലിയ വിതരണക്കാരെ വലയിലാക്കുവാനുമായി ജില്ലയിലെ ഓരോ പോലീസ് സബ് ഡിവിഷനുകളിലും പ്രത്യേക ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി RTO ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സംശയാസ്പദമായ വാഹനങ്ങളിലും കോസ്റ്റൽ പോലീസുമായി ചേർന്ന് തീരദേശങ്ങളിലും 24 മണിക്കൂറും പരിശോധന നടക്കുന്നുണ്ട്. ജില്ലയിൽ കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി ഭാഗങ്ങളിൽ നിന്നാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുള്ളത്. SS Gold, pure gold. SS Group, Nilambur.